ചക്കയിടലും മുള്ളൊക്കെ കാലിനെ കുത്തിക്കറ്റലും മരയിടലും ഒക്കെ ഉണ്ടി തള്ളാളതും ഇങ്ങനെ ഈ മുള്ളു മേച്ച് വീഴാണതും ഇതൊക്കെയാ. ശരി. എന്നിട്ട് ഫോട്ടോ എടുക്കണ്ട. ഫോട്ടോ അല്ലേ, ഞാൻ കഥ യുദ്ധം ഷൂട്ട് ചെയ്തതാ. എന്നിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. അപ്പോളേ കാര്യം പറയട്ടെ. അപ്പോളേ എന്നിട്ട് അവരെന്താ ചെയ്തത്, അവസാനം ഞങ്ങൾക്ക് തോന്നി ഇനി ബാക്കിയുള്ള യുദ്ധം നാളെ വന്ന് ഞങ്ങൾ അവസാനിച്ചു. എന്നിട്ട് ഓരോ ദിവസം ഓരോ യുദ്ധമായി ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഓരോ ദിവസം ഓരോ യുദ്ധാണോ? എന്താ ഓരോ ദിവസത്തെ യുദ്ധത്തിന്റെ പ്രത്യേകത? ഓരോ ദിവസം അല്ലെ, ഓരോ ദിവസം യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ, വ്യത്യാസം എന്താ? എവിടെയാറിയോ ഞങ്ങളെ നമ്മുടെ ഒരു 9 മണിയില്ലേ, ഞാൻ മേടിക്കണ മണിയില്ലേ, ആ മണിക്ക് തന്നെ ഞാൻ എണീക്കണം. എന്നിട്ട് അവിടെ പോയി യുദ്ധം. ഇവിടെ യുദ്ധം എപ്പോഴാ തീരാ? എനിക്കറിയില്ല. 4 മിനിറ്റ്. അല്ല, ഒരു ദിവസത്തെ യുദ്ധം എപ്പോഴാ തീരാ? എത്ര മണിക്ക് തീരും? 4 മണി. 4 മണിയാകുമ്പോ തീരുവോ? രാത്രി യുദ്ധമൊന്നുമില്ലേ? ഇല്ല, ഉറങ്ങ എല്ലാരും. എന്നിട്ട് ഒരു ബസ് രാത്രി പോവാൻ കിട്ടാ. അപ്പൊ പിന്നെ ഒരു ജയരാശം ഉറങ്ങായിരുന്നുട്ടാ. അപ്പൊ ഞങ്ങള് പതുക്കെ വന്നിട്ട് ഞങ്ങൾ പ്ലാൻ വെച്ചിട്ടുണ്ടായിരുന്നേ എല്ലാ സാധനവും എല്ലാം ചെയ്തു നോക്കി. അപ്പോൾ അതാ മരിച്ചു. ആര്? ഡൈനോസർ ഒരെണ്ണം. എങ്ങനെ മരിച്ചു? ഞങ്ങളെ നമ്മുടെ കൊല്ലാൻ നോക്കിയേ. അതിനെ നമ്മുടെ ആദ്യം കൊല്ലാൻ നോക്കിയ ജനോസില്ലേ, ആ ജനോസനെ ഞങ്ങൾ ഇപ്പൊ കൊന്നു. ആണോ? എങ്ങനെ കൊന്നത്? എങ്ങനെ അതിനെ കൊന്നേ? വിഷം കൊടുത്തിട്ടാണോ കൊന്നത്? ആണോ? ശരി. ഓരോന്നൊക്കെ കൊടുത്തു മരിച്ചത് എങ്ങനെയായോ? തെങ്ങില് തെങ്ങ് ഞങ്ങളൊരു തെങ്ങ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പണ്ടേ നല്ല വലിപ്പായിരുന്നു. ഞങ്ങൾക്ക് പണ്ട് എന്താറിയോ, ഒരു വലിയാളുണ്ട്. അതാറിയോ ഞങ്ങളുടെ അമ്മ ആരാറിയോ? അത് പറയണ്ട. ഹിപ്പോപ്പൊട്ടാമസ് ആണോ നിങ്ങളുടെ അമ്മ? എനിക്ക് വയ്യ. അച്ഛനാരാറിയോ? ആരാ? ഡൈനോസർ. ഡൈനോസർ നിങ്ങളെ ശത്രുക്കളല്ലേ? അതൊരു ഡൈനോസർ. ഞങ്ങളുടെ അമ്മ അഭിനയിച്ചൊരു. അത് ശരി. പിന്നെ ഞങ്ങളുടെ ടീച്ചർ ആരാറിയോ? ആണോ? പിന്നെ ഞങ്ങളുടെ പെങ്ങളാരാറിയോ? ആരാ? അതാ പറയണ്ട. അതിനെക്കാട്ടി വലിപ്പട് ജിറാഫ്. ജിറാഫിന്റെ ഒരു ഹൈറ്റ് എന്തൊരു ഹൈറ്റാ? അതിന് യുദ്ധം ചെയ്യാൻ വേറെ ആരെങ്കിലും വേണ്ടോ? യുദ്ധം ചെയ്യാൻ ഒരാൾക്കുണ്ട്. മൊയില്. മൊയില് യുദ്ധം ചെയ്യോ? ഈ മൊയിൽ എങ്ങനെ യുദ്ധം ചെയ്യുന്നത്? ഒരു കുഞ്ഞു വാളുണ്ട്. കുഞ്ഞു വാളുണ്ടോ? ഇത്ര കുഞ്ഞു മൊയില് ഒരു നല്ലൊരു ഭയം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതോ ഇത്ര യുദ്ധം ചെയ്യണേ. ചിരിച്ച് ഭരിച്ചു ഞങ്ങളൊക്കെ. ചിരിച്ച് അങ്ങനെ ചിരിച്ചു. അപ്പൊ തീരുമാനത്തിന് ഇരിക്കുമ്പോഴോ ഒരു മോയല് ഒരു തട വലിയ ജയരാജനെ കൊണ്ടു. അമ്പിയമ്മാവനെ വേറെ പറയണു. അമ്പിളിയമ്മാവൻ കുട്ടൻ അതൊക്കെ പറഞ്ഞു ചിരിച്ചു. എന്നിട്ട് മൊയല് ജയിച്ചോ ദിനോസർ ജയിച്ചോ? ഞങ്ങളെല്ലാരും കൂടി ചെയ്ത് നോക്കിയപ്പോ എന്താറിയോ, ആ മൊയലിന്റെ സൂത്തടേ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോളെ എന്താ വിടും. ആര്? 2 ഡൈനോസറെ ഞങ്ങളിപ്പോ കൊന്നു. എങ്ങനെ? ഞങ്ങള് കൊറേ ഇതൊക്കെ ചെയ്തിട്ട് ബുദ്ധിയും ഇതൊക്കെ
ഡൈനോസർ നടക്കണ യുദ്ധം ചെയ്യണ വഴിക്ക് ഡൈനോസർ നടക്കണ വഴിക്ക് മുഴുവൻ ഞങ്ങൾ തീയിട്ട് വെച്ചു. ഷോ അപ്പൊ തീ കൊണ്ട് കരിഞ്ഞ് മരിച്ചു. 2 ഡൈനോസർ കത്തി വെന്ത് മരിച്ചു അല്ലേ? ആ കത്തി കൊണ്ട് വന്നു. പിന്നെ കൊറേ ഡൈനോസറുകളാണ്. എന്താ അറിയോ, ഞങ്ങളുടെ മകന്മാരെയൊക്കെ നിങ്ങൾ കൊന്നു. ഞങ്ങളുടെ കുട്ടികളെ ഓരോരുത്തരെ കൊള്ളുകയാണല്ലോ. ഞങ്ങള് ഉപേക്ഷിച്ചല്ലേ ഇത് പറഞ്ഞു അമ്മയില്. അപ്പൊ ഞങ്ങൾക്ക് വിശക്കും, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളാ യുദ്ധക്കാരി. അതുകൊണ്ട് ഞങ്ങള് പറഞ്ഞു എന്നിട്ട്